ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം മിനി ഡ്രീം കേക്ക് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ കണ്ടെയ്നറിൻ്റെ അടപ്പിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ലോഗോ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ ലോഗോ ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് റൗണ്ടിലേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ അടപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനായിട്ട്. നമുക്ക് ഓൾമോസ്റ്റ് 200 മിനി ഡ്രീം കേക്കാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 6 kg കേക്കാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. തലേ ദിവസം ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓഫർ ഇട്ടതായിരുന്നു കേട്ടോ ഒരു ദിവസത്തിന്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ഓർഡേഴ്സും എടുത്തതിന് ശേഷം ഒറ്റ ദിവസമാണ് കേട്ടോ ഇതെല്ലാം ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടെയ്നറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഞാൻ എടുത്തിട്ടുള്ള കണ്ടെയ്നറിൻ്റെ സെയിം സൈസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കണ്ടെയ്നർ 120 ml കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരുപാട് തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം കാണിക്കാതിരുന്നത്. അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ബാക്കി വരുന്ന പീസസ് ഒന്നും വേസ്റ്റ് ആക്കണ്ട. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കണ്ടെയ്നർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടെയ്നറിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് 200 പീസൊന്നും ഇല്ല. ബാക്കിയൊക്കെ ഈ ചെറിയ പീസസ് എല്ലാം കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്തത്. നല്ലപോലെ അമർത്തി വെക്കുകയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ടും ഡ്രീം കേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മുഴുവൻ കേക്കും ഇതുപോലെ ലെയറാക്കി കട്ട് ചെയ്തതിന് ശേഷം റൗണ്ടിൽ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രീം കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കേക്കുകളെല്ലാം ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കണ്ടെയ്നറിൽ സെറ്റാക്കണം. അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ കണ്ടെയ്നേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം മുഴുവൻ കണ്ടെയ്നറും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ പീസസ് ഓരോന്നായിട്ട് എല്ലാ കണ്ടെയ്നറിലേക്കും വെച്ച് കൊടുക്കാം കേട്ടോ. മുഴുവൻ കേക്ക് പീസസും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സോക്കാക്കി എടുക്കണം. സോക്ക് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മളിത് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ കേക്ക് പീസസും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തതിന് ശേഷമാണ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. ഗനാഷ് എന്ന് പറയുമ്പോൾ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒരേ അളവിലെടുത്തിട്ടാണ് ഞാൻ ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ആ ഒരു ഗനാഷും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നല്ലപോലെ ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രീമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും രണ്ടും കൂടെ ചേർത്തുണ്ടാക്കിയ ഗനാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ എല്ലാ കണ്ടെയ്നറിലും ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട്സും കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റായിട്ടല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും എല്ലാ കണ്ടെയ്നറിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാത്തിനും അടപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഓരോന്നും ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം അടച്ചിട്ട് വേണമല്ലോ ഫ്രിഡ്ജിൽ വെക്കാൻ. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കൊക്കോ പൗഡർ മാത്രമേ ഇടാനുള്ളൂ. അത് ഡെലിവറി ചെയ്യുന്ന അന്നാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മുഴുവനും ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെലിവറി ചെയ്യുന്നതിൻ്റെ അന്ന്
മുഴുവനും പുറത്തെടുത്ത് എല്ലാത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതാ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എല്ലാം അടച്ച് വെച്ച എല്ലാ കണ്ടെയ്നറും തുറക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. 100-200 കണ്ടെയ്നർ ഒരുമിച്ച് അടപ്പ് തുറക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ മുഴുവൻ കണ്ടെയ്നറും അടപ്പ് തുറന്നതിന് ശേഷം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് സൈഡൊക്കെ നല്ലപോലെ തുടച്ച് നീറ്റാക്കിയതിന് ശേഷം വീണ്ടും അടപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഡ്രീം കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഡ്രീം കേക്കിന് ഉണ്ടാകും. അപ്പോൾ ഞാൻ മുഴുവൻ കണ്ടെയ്നറിൻ്റെ അടപ്പ് ഇതേപോലെ നന്നായിട്ട് തുടച്ചതിന് ശേഷം വീണ്ടും അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് നല്ലപോലെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രീം കേക്ക്. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് ഒട്ടിച്ചു കൊടുക്കണം. സ്പൂണ് ഞാനിപ്പോൾ വുഡൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുറേ കഴിഞ്ഞപ്പോൾ വുഡൻ്റെത് തികയാതെ വന്നപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുഴുവൻ കണ്ടെയ്നറിൻ്റെ മുകളിലേക്കും ഇതേപോലെ സ്പൂൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ മുഴുവൻ മിനി ഡ്രീം കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭയങ്കര ചെറുതാണെങ്കിലും എടുത്തിട്ടുള്ള എഫേർട്ട് ഒട്ടും ചെറുതല്ല കേട്ടോ. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഓഫർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്